നമ്മളെ ജീവിതത്തിൽ എങ്ങനെയാ സന്തോഷം വരിക? ആരെങ്കിലും കൊണ്ടുത്തരുമോ? തരൂല്ലേ? അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുത്തരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ എന്നാ ചിന്തിക്കുക എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും? ഇത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ വിചാരിച്ച് ഇതേപ്പറ്റി പറയാന്ന് കേട്ടോ. അങ്ങനെ പറയണേ. അപ്പോൾ എല്ലാ ആളുകൾക്കും സന്തോഷമായിട്ടിരിക്കാനാണ് എപ്പോഴും ആഗ്രഹം. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവും ഇങ്ങനെ കരഞ്ഞു പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗ്ലൂമി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഒരേപോലെ കടന്നു പോകുന്നതിന് പകരം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് സന്തോഷങ്ങൾ. ചിലപ്പോൾ നമ്മൾ ഈ ഫോൺ നോക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? അപ്പൊ അതിൽ പറയുന്നത് എന്താ, ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് കാണുമ്പോൾ ഹാ എന്ത് അടിപൊളിയാണ്, അത് കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കുകയാണ് അല്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണ് നമുക്ക് അതുപോലെ ആയിക്കൂടാ എന്ന് നമ്മൾ ചിന്തിക്കാത്തെന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ലൈഫിൽ ഈ സർപ്രൈസ് ഇഷ്ടപ്പെടാത്തവര് ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച്. എനിക്കറിയുന്ന ആള് അങ്ങനെ സർപ്രൈസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് സർപ്രൈസ് ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് ചില ആൾക്കെങ്കിലും സർപ്രൈസ് കിട്ടാത്തവരുണ്ടാവും. എന്നുവെച്ചാൽ പല ആളുകളും പലയിടത്തും നമ്മൾ ഇപ്പോൾ ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ കേട്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, എന്നാ സർപ്രൈസ് കൊടുത്തു, ആര് ഭയങ്കര ഹാപ്പി ആയി, നമ്മൾ ഹാപ്പി ആയി എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, നമുക്ക് ആരെങ്കിലും സർപ്രൈസ് തരണം എന്നുള്ളത്. പക്ഷേ പലർക്കും കിട്ടും, പലർക്കും കിട്ടൂല. അപ്പം എന്താ നമ്മൾ ചിന്തിക്കാന്നറിയോ? ചിന്തിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ എത്ര പേർക്ക് സർപ്രൈസ് കൊടുത്തു എന്ന്. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ എത്ര പേർക്ക് സർപ്രൈസ് കൊടുത്തു എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എനിക്ക് സർപ്രൈസ് കിട്ടിയില്ല, എനിക്കത് ഇഷ്ടമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളൊരു കുഞ്ഞി കാര്യമാണത്. പക്ഷെ അതെനിക്ക് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ വിഷമിക്കുന്നില്ലെങ്കിലും അതാലോചിക്കുമ്പോൾ, ആ ഒരു സൈഡ് ആലോചിക്കുമ്പോൾ എനിക്കാര് സർപ്രൈസ് തരാനാ എന്ന് വിചാരിക്കും. അപ്പൊ ചിന്തിക്കാം ഞാൻ എത്ര പേർക്ക് സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ അപ്പോഴാ ഓർമ്മ വരാ, ഞാൻ ആർക്കും സർപ്രൈസ് കൊടുക്കില്ലല്ലോ. അപ്പോൾ നമുക്കാർക്കും അപ്പൊ സർപ്രൈസ് കൊടുക്കുക? നമ്മളിപ്പോൾ ചില വീട്ടിലുള്ളവർക്കൊക്കെ സർപ്രൈസ് കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു ശീലമില്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ചോദിക്കും നിനക്ക് എന്താ പറ്റിയേ അല്ലേ, അങ്ങനെ വിചാരിക്കും. അപ്പൊ പക്ഷെ അത് ആ ഒരൊറ്റ തവണയെ ചോദിക്കുള്ളൂ. ചോദിച്ചാൽ തന്നെയോ ആ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ സർപ്രൈസ് കിട്ടിയ ആളുകളിൽ ഒരു സന്തോഷം ഉണ്ടാവും. ചുമ്മാ വെറുതെ ഒരു പ്രത്യേകിച്ച് ഒരു ഇതില്ലാത്ത, ആർക്കും ഒരു നഷ്ടമില്ലാത്തൊരു സന്തോഷം. അപ്പോ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന പോലെ ആളുകൾക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില ആളുകൾക്ക് നമ്മളെ കാണുക എന്ന് പറയുന്നത്, നമ്മളെ ടൈം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ ഗിഫ്റ്റ്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഭയങ്കര വലിയ സംഭവം ഗിഫ്റ്റൊക്കെ വാങ്ങി, ഐഫോണൊക്കെ വാങ്ങി സർപ്രൈസ് കൊടുക്കുക, അതല്ല. ആ സർപ്രൈസ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ, നമ്മളിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ദൂരെ നിന്ന് സംസാരിക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ കുടുംബത്തിൽ തന്നെ. നമ്മളിപ്പോൾ ഫോണൊക്കെ വന്നതിന് ശേഷം കൂടുതൽ ഫോണിലൂടെയൊക്കെ സംസാരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് അവളോട് സാധാരണ സംസാരിക്കും പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അവള് വീട്ടിൽ ഞാനിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ കോളിംഗ് ബെല്ല് കേട്ടു. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞില്ല, ഒരു മിനിറ്റ് കേട്ടോ ഞാൻ ഇപ്പൊ വരാം. പക്ഷെ പോയി വാതിൽ തുറന്നിക്കുമ്പോൾ ആ സാക്ഷാൽ വ്യക്തിയാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. അത് ശരിക്കും ഭയങ്കര സർപ്രൈസ് അല്ലേ? അത് ഭയങ്കര സന്തോഷമല്ലേ? ആ ഒരു ഇത്തിരി നേരത്തേക്ക് നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. ചിലപ്പോൾ അത് തൊട്ട വീടിനടുത്തുള്ള കുട്ടിയായിരിക്കും, ആരോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഡെയിലി കാണുന്നവരും ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുക, എന്നിട്ട് അവർക്ക് പോയിട്ട് പെട്ടെന്ന് ഞാനിവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ അത്രേ വേണ്ടൂ. അതിനെന്താ അവിടെ പൈസ ചെലവുള്ളത്? അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചുണ്ടാക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഓരോ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ, അമ്മേൻ്റെയും അച്ഛൻ്റെയും ബർത്ത്ഡേ ഒക്കെ ചില ആളുകൾ ഭയങ്കര ആഘോഷമായിട്ട് നടത്തുന്നുണ്ടാവും. ചില ആൾക്കാർ അത് വിഷ് ചെയ്ത് പോലും ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ടാവും. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് അവർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെ ഒരു മൂഡ് ഉള്ള ആളാണ്, അങ്ങനത്തെ ഒരു ടൈപ്പാണ്, അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടാവും കേട്ടോ. എങ്ങനെയാണെങ്കിലും അവരുടെ ഉള്ളിൽ അത് സന്തോഷം ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ അത് അവർ എന്തിൻ്റെയൊക്കെയോ ഒരു ഇതിൽ കാണിക്കുന്നുണ്ടാവില്ല എന്നായിരിക്കും പറയുന്നുണ്ടാവാം. നമ്മൾ ഈ സർപ്രൈസ് ജീവിതത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസുകൾ ഉണ്ടാക്കുമ്പോൾ
നമ്മൾ അങ്ങോട്ടേക്ക് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും ആ സമയത്ത് നമ്മളും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. അതിന് മനസ്സ് വെക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ പരിമിതിയിൽ നമുക്ക് എന്താണ് സാധിക്കുക അതിനനുസരിച്ചിട്ടുള്ള സർപ്രൈസ് കൊടുക്കുക. അപ്പോൾ ഒരു സർപ്രൈസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു തവണ ഒരു 2 വർഷം മുന്നേ എങ്ങാണ്ടുള്ള ഒരു സർപ്രൈസ്. അത് സംഭവം എൻ്റെ അടുത്ത് വലിയ ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള പൈസയൊന്നുമില്ല. എന്നാൽ പോലും ഞാൻ ആ സമയത്ത് സെയിൽ ചെയ്യുന്നുണ്ട്, കേക്ക് സെയിൽ ചെയ്യുന്ന പൈസ വരുന്നുണ്ട്. അത് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങ് എടുത്ത് അങ്ങനെയൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സുധിയേട്ടൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ഏട്ടന് സർപ്രൈസ് കൊടുക്കണം. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയത് എങ്ങനെയാണ് സർപ്രൈസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഏട്ടൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് വീടിൻ്റെ ലോൺ ഉണ്ട്. അപ്പോൾ ആ ലോൺ ഓരോ മാസവും അടയ്ക്കാന്നുള്ളത് ആ സമയത്ത് ഇന്ന് നമ്മൾ കുറച്ചും കൂടിയും ബെറ്ററായി. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ച മഹത്വവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പക്ഷേ ഏട്ടൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഒരു പൈസേൻ്റെ മുകളിൽ ടെൻഷൻ വെച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഏട്ടന് ആ സമയത്ത് വേറെ എന്ത് കാര്യത്തിൽ ഞാൻ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, ഏട്ടന് ഹാപ്പി ആവാൻ പറ്റൂല. കംപ്ലീറ്റ്ലി ആ ഒരു സന്തോഷം ഏട്ടന് അനുഭവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഏട്ടന് ആ ഒരു ലോണ് അടച്ചിട്ട് അതിൻ്റെ റെസീറ്റ് കൊടുത്തുകൊണ്ട് സർപ്രൈസ് ആക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളുടെ ലോൺ അടയ്ക്കേണ്ട ഡേറ്റ് മാസത്തിൽ വരുന്നത് 24-ാം തീയതിയാണ്. ഏട്ടൻ്റെ ബർത്ത്ഡേ വരുന്നത് 16-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു പ്ലാൻ ചെയ്തു. എന്നിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട്സ്, ഏട്ടൻ ഏറ്റവും കാണുമ്പോൾ ഏട്ടൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ ഒരു സന്തോഷത്തിൽ മനസ്സറിഞ്ഞ് ഒരു കളങ്കം ഇല്ലാതെ നമ്മളെ മുന്നിൽ ഭയങ്കര ചിരിച്ച് കാണിച്ചിട്ട് അപ്പുറത്ത് ഇവൻ്റെ പറഞ്ഞ അങ്ങനെ പറയുന്ന ആൾക്കാരല്ല, നമ്മൾ സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. അപ്പം അങ്ങനെയുള്ള ഏട്ടനെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച്, പ്രീ ഡിഗ്രി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ടുപിടിച്ച് ഇവരെയൊക്കെ സെറ്റാക്കി. കുടുംബത്തിൽ അത്യാവശ്യം ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിച്ച് സെറ്റാക്കി. ഇവിടെ ഒന്നും ഭയങ്കര പൈസ ചെലവിൻ്റെ കാര്യമോ അങ്ങനെ ഒന്നുമല്ല, ആൾക്കാർ ഗിഫ്റ്റ് തരിക അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ പ്രീ ഡിഗ്രി കൂടെ പഠിച്ചൊരു ഏട്ടനെയാണ് ഞാനിതിന് കൂട്ടുപിടിക്കുന്നത് കേട്ടോ, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു ടാർഗറ്റ് ഈ ഒരു 16-ാം തീയതി ആകുമ്പോഴത്തേക്കും എനിക്ക് ഈ പൈസ കിട്ടണം. എൻ്റെ കയ്യിൽ ഒരു പൈസ ആ സമയത്ത് ഇല്ലാണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഡ്രീം ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും മനസ്സിൽ ഈ ഒരു സർപ്രൈസ് ആണ് ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെ കാണൂലേ, ആ സന്തോഷത്തിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ പിന്നെ നമുക്കിങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ പോലെ കേക്കിൻ്റെ ഓർഡറുകളെ മനസ്സുകൊണ്ട് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. ശക്തമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കും, ഇപ്പോൾ വരും ഒരു ഓർഡർ, ഇപ്പോൾ വരും, എനിക്കിപ്പോൾ ഫോൺ വരും, എനിക്കിപ്പോൾ ഓർഡർ വരും എന്ന് തന്നെ ഞാനിങ്ങനെ വിചാരിച്ച് എനിക്ക് കേക്കിൻ്റെ ഓർഡറുകൾ കിട്ടി ഒരു 2 മാസം കൊണ്ട്, 2 മാസം തികച്ചില്ല കേട്ടോ, ഒരു 1.5 മാസം 3/4 മാസത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അതായത് കിട്ടുന്ന ഓർഡറുകൾ സ്വീകരിച്ചു. അത് എത്ര സമയമില്ലാത്ത സമയത്താണെങ്കിലും അത് ചെയ്തു കൊടുക്കും. നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടിട്ടായാലും വേണ്ടില്ല, ഈ ഒരു ഡേറ്റ് ആകുമ്പോഴത്തേക്കും എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടണം. അപ്പോൾ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓഫർ ഇട്ടു. നമ്മൾ സൺഡേ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഓഫറൊക്കെ ഇട്ട് ഓഫർ സെയിലൊക്കെ ചെയ്തപ്പോൾ നല്ല സപ്പോർട്ടായി. അതുകൊണ്ട് എന്തായി, നമ്മുടെ ബിസിനസ്സും കുറച്ചും കൂടെ ഒന്ന് വിപുലപ്പെട്ടു. കാരണം ഈ ഒരു ടേസ്റ്റ് ചെറിയ എമൗണ്ടിൽ കുറേ ആളുകളിലേക്ക് എത്താണ്. നമ്മളെ ടേസ്റ്റ് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു തവണ ടേസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മളടുത്തേക്ക് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസിൻ്റെ മേലെ പിടിച്ച് ക്വാളിറ്റിയിലും ടേസ്റ്റിലും ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ ഇതിങ്ങനെ നമ്മൾ പൈസ ഉണ്ടാക്കുകയാണ് കേട്ടോ. എഴുതി വെക്കും, ആ പൈസ ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് ഉറുമ്പ് അരിമണി കൊണ്ടുവെക്കുന്ന പോലെ കൊണ്ടുവച്ച് നമ്മൾ ആ ഒരു 16-ാം തീയതിൻ്റെ മുൻപ് തന്നെ 15-ാം തീയതി എനിക്ക് ഫുൾ എമൗണ്ട് കിട്ടി. ആ അടയ്ക്കേണ്ട തുക എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ബാങ്കിൽ പോയി, എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല, കാരണം ഏട്ടനാണ് പോയിട്ട് അടയ്ക്കുന്നത്. ബാങ്കിൽ പോയി ഞാൻ ആ ചേച്ചിനോട് ഇങ്ങനെ സംഭവം പറഞ്ഞു, ഏട്ടൻ്റെ അടുത്ത് പറയരുത് ഇങ്ങനെ ഞാൻ സർപ്രൈസ് ആയിട്ട് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പേയ്മെൻ്റ് അവിടെ കൊടുത്ത് അത് അടച്ചു കഴിഞ്ഞിട്ടുള്ള റെസിപ്റ്റ് കയ്യിൽ വാങ്ങിയപ്പം പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ അത് വാങ്ങി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് ഒരു ബോക്സിലാക്കണം. അപ്പോഴാണ് ആ ഐഡിയ വരുന്നത്, ഇതൊരു ബോക്സിലാക്കാം. എന്നിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഹാർട്ട് ഷേപ്പിലുള്ള, ഞാൻ കാണിച്ചത് അവിടെ ഉണ്ട് കേട്ടോ, അതിപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആ ബില്ലിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ അത് ഞാനൊരു ക്യൂട്ടായിട്ടുള്ള നമ്മളെ ജിത്തൂസ് ഡാൻ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഉണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. കാരണം അത് എടുത്തതിനും ഈ അടുത്താണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്, അത് മുമ്പേ ഉള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഉള്ളൂ, എന്നാലും ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അതുമാതിരി ഇങ്ങനെ ബോക്സിലാക്കി ഇത് വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അത്
വേറെ ആൾ ഏട്ടൻ്റെ ഫ്രണ്ട് എനിക്ക് ഓർഡർ തന്നതുപോലെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ കേക്കിനകത്ത് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ആ കേക്കിൻ്റെ നടുവിൽ കുഴിച്ചിട്ടിട്ട് കേക്കൊക്കെ കവർ ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ട് കേക്ക് എടുത്തോളാമെന്നും പറഞ്ഞു. അതായത് 15-ാം തീയതി രാത്രി വന്നിട്ട് ഇവർ ആ കേക്ക് കൊണ്ടുപോയിട്ടോ. കേക്ക് സംഭവം നമ്മളെ വീട്ടിൽ നിന്ന് പോയി. അത് സാധാരണ നടക്കുന്നതാണ്. അവർ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എനിക്ക് ഓർഡർ തരാറുണ്ട്, കേക്ക് പോകലുണ്ട്. അങ്ങനെ ആ കേക്കും പോയി. അപ്പോൾ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഏട്ടന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ആ കേക്ക് പോയി. അതിന് ശേഷം നമ്മൾ എല്ലാവരെയും വിളിച്ച് സെറ്റ് ചെയ്തു. അകലാപ്പുഴ ബോട്ടിംഗ് ഉണ്ട്, ഹൗസ് ബോട്ട്, അതിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത് ഓക്കെ സെറ്റാക്കി. അപ്പോൾ ഈ ഒരു പ്രശാന്തേട്ടൻ എന്ന് പറയുന്നത് സുധിയേട്ടൻ്റെ, ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും സൂത്രധാരനായിട്ടുള്ള ഒരാൾ. അപ്പോൾ അവർ പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം അധികം അങ്ങനെ പുറത്തേക്ക് പോവുക കൂടുതലായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും. അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞാലും ഏട്ടൻ പറയും നമുക്ക് അപ്പം പോകണം, അങ്ങനെ ഒരു മൈൻഡാണ്. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ ഏട്ടൻ പോകും കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഏട്ടന് ബർത്ത്ഡേ വിഷ് ചെയ്തു, ഭയങ്കര കാര്യമൊക്കെ ആയി. ഞാനും എൻ്റെ ഏട്ടനും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏട്ടന് കൊടുത്തപ്പം ഇതോടെ കഴിഞ്ഞു എന്നാണ് ഏട്ടൻ വിചാരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആയപ്പോൾ ഞങ്ങൾ ചുമ്മാ പുറത്തിറങ്ങാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. ആ സമയത്ത് ഞാൻ ഇതിനു വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏട്ടൻ മാത്രമില്ല കേട്ടോ, ഏട്ടൻ മാത്രമില്ല. എന്നിട്ട് ഞാൻ ഈ ഗ്രൂപ്പിലൂടെയാണ് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ എവിടെ എത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ അങ്ങനെ പ്രശാന്തേട്ടൻ വിളിക്കുന്നുണ്ടല്ലോ, നമുക്കൊന്ന് ഹൗസ് ബോട്ടിൽ പോയാലോ, അവരൊരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞപ്പം എന്താ പോവാനോ എന്ന് പറഞ്ഞു. അങ്ങനെ 6 മണിക്ക് സന്ധ്യയ്ക്ക് 6 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ അവിടെ എത്താണ്. കാറ് കൊണ്ടുവന്ന് അങ്ങനെ നിർത്തുന്ന സമയത്ത് ഏട്ടൻ്റെ ഫ്രണ്ട്സ്, ഇവർ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരും അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഏട്ടൻ്റെ പെങ്ങളെ മോള്, ഏട്ടൻ്റെ മോള്, എല്ലാവരും അങ്ങനെ ഫാമിലിയിലുള്ള ആളുകൾ, പിന്നെ അടുത്ത വീട്ടിലത്തെ മോള്, അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നപ്പോൾ ഏട്ടൻ ഏകദേശം ഇങ്ങനെ കിട്ടി. എന്തോ സർപ്രൈസ് ഒരുക്കുകയാണ്. കാരണം ഓരോരോ സമയത്തായിട്ട് ഇങ്ങനെ പലരായിട്ട് ഇങ്ങനെ കയറി വരികയാണ്. ഏട്ടൻ്റെ ഇവിടെയുള്ള 2 ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെ വീട്ടിന് അടുത്തുള്ളതാണ്. അപ്പോൾ അവരൊക്കെ വന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ കൂടി എത്തിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കേക്ക് ഉണ്ട് എന്നുള്ളത് ഈ പ്രശാന്തേട്ടൻ അല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. അപ്പോൾ പ്രശാന്തേട്ടൻ്റെ മനസ്സിലെന്താ, ഈ ഒരു കേക്കാണ് സർപ്രൈസ് എന്നുള്ളതാണ്. പക്ഷേ കേക്കിനകത്തൊരാളുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ചില്ലായിട്ട് അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്തോ തടയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി, പിന്നെ അത് ബോക്സ് എടുത്തപ്പോൾ അപ്പോഴും മനസ്സിലാകുന്നില്ല. എല്ലാവരും വിചാരിച്ചത് റിങ് എങ്ങാനും ആയിരിക്കുന്ന. കാരണം ആ സമയത്ത് ഞാൻ എന്ത് സാധനം ഒരു പൈസ കൊടുത്തിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏട്ടനത് വിഷമാവുകയുള്ളൂ. ആ പൈസയും കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്നല്ലേ വിചാരിക്കൂ. അതുകൊണ്ട് ആ ഒരു ബോക്സ് കിട്ടിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു റിങ് ആയിരിക്കും. അച്ഛാ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനം ഉള്ള കാര്യം ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടത് ഏട്ടൻ ഇത് തുറക്കുമ്പോഴുള്ള ഒരു മുഖഭാവമാണ്. അപ്പോൾ ഏട്ടനും കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, തുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഏട്ടനും വിചാരിക്കുന്നുണ്ടാവും റിങ്ങൊക്കെ എന്തിനു വാങ്ങിയതാണ് വിചാരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് ബില്ലാണോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കേക്കിൻ്റെ ബില്ലായിരിക്കും, അത് അവർക്ക് പൈസ കൊടുക്കാൻ, അങ്ങനെ ഒരു ട്രോളുമല്ലോ നമ്മൾ, പ്രാങ്ക് അതുപോലെയാണ്. പക്ഷെ അതല്ല, ഈ ലോൺ അടച്ചതാണെന്ന് കണ്ടപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അത് ഇപ്പോഴും മനസ്സിൽ നല്ല അന്ന് നടന്ന അതേ ഒരു ഇതിൽ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സർപ്രൈസ് അതാണ് കേട്ടോ. കുറേ ആൾക്കാർക്ക് സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട സർപ്രൈസ് എന്ന് പറയുന്നത് ആ ഒരു ബില്ല് കണ്ടപ്പോൾ ഏട്ടൻ്റെ ഫേസ് അത് അടിപൊളിയായിരുന്നു, ഒന്നൊന്നര ഫേസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി ആർക്ക് സർപ്രൈസ് കൊടുക്കുമ്പോഴും ഈ കഴിഞ്ഞ ദിവസം 19-ാം തീയതി നമ്മളൊരാൾക്ക് സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ജിത്തു സ്റ്റാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും കൂട്ടുപിടിക്കുന്നത് ഈ പ്രശാന്തേട്ടനാണല്ലോ. അപ്പോൾ അവരുടെ പിറന്നാളാണ് ഇന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാൽ പറ്റില്ല. പക്ഷെ അവർക്ക് വേഗം മനസ്സിലാവും, എൻ്റെ ഐഡിയാസൊക്കെ ഏകദേശം അറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ അവരെ ഫ്രണ്ടിൻ്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച്, നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല പ്ലാൻ ചെയ്തത്, ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വേറെ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നേ. അതുകൊണ്ട് കുറച്ചൊന്ന് പാളിപ്പോയെങ്കിൽ കൂടി അവരെ ലൈഫിൽ എന്നും ഓർമ്മിക്കാൻ പാകത്തിന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മൾ ഇന്ന് കൊടുത്തത്. അതിൻ്റെ വീഡിയോസ് ഞാൻ ചെറിയ ക്ലിപ്പിങ്സ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇടാം കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് സർപ്രൈസ് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കുമ്പം അത് ഭയങ്കര സന്തോഷമാണ്. ഒന്നും വേണ്ട,
ജസ്റ്റ് അവർക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ അത് മനസ്സിൽ വെക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ഉണ്ടാക്കൂലേ. ചിലപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മ മക്കളൊക്കെ ഉണ്ടാവും, ഇവർക്ക് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. പക്ഷെ അത് എന്നും ഇവർ പരസ്പരം സ്നേഹിക്കുന്നതുകൊണ്ട് അത് ഫീൽ ചെയ്ത് അറിയാൻ പറ്റില്ല. അച്ഛനുണ്ട് അമ്മയുണ്ട് അങ്ങനെ. പക്ഷെ അതിലിങ്ങനെ ചെറിയ ചെറിയ കുരുത്തക്കേടൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അതേപോലെ ഇപ്പം അച്ഛൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കൂടെ ഇതുപോലെ എന്തെങ്കിലും ഒരു കുസൃതി ഒപ്പിക്കാം. എന്നുവെച്ചാൽ ബർത്ത്ഡേ ഒന്ന് ജസ്റ്റ് വിഷ് ചെയ്യുന്നതായാലും മതിയല്ലോ. അങ്ങനെ പൈസ ചിലവാക്കിയിട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ആലോചിച്ചിട്ട് അത് കൊടുക്കുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ നിങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും കൊടുത്തു നോക്കും കേട്ടോ. അടിപൊളിയാണ്. ഇതിലും വലിയ സർപ്രൈസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ, അങ്ങനെയുള്ളവരായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. അപ്പം അത് അടിപൊളിയാണ്. അപ്പം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സർപ്രൈസിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന സർപ്രൈസ് ഒരു തവണയെങ്കിലും ഇതുവരെ ഒരാൾക്കും സർപ്രൈസ് കൊടുക്കാത്ത ആരെങ്കിലും ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക്, ഏതെങ്കിലും ഒരാൾക്ക്, നിങ്ങളെ സ്വന്തം കുട്ടിക്കോ അല്ലെ ഫ്രണ്ടിനോ ഒരു തവണ ഒരു സർപ്രൈസ് കൊടുത്തു നോക്കും ഇതുപോലെ. അതിൻ്റെ ആ ഒരു ഫീല് അടിപൊളിയാണ്. അപ്പം ലൈഫ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്കും കൂടി ചിന്തിക്കുക. നമ്മൾ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കും. നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ടാണ്, പക്ഷെ നമുക്ക് സർപ്രൈസ് കിട്ടാൻ ഇഷ്ടമാണ്. അതായത് എനിക്ക് എന്തൊക്കെയാണ് സന്തോഷം, അപ്പം അത് ഞാൻ ആർക്കൊക്കെ കൊടുക്കുന്നു എന്ന് ആലോചിക്കാം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതായത് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ സന്തോഷം ഉണ്ടാവും, എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും. അപ്പം അത് ഞാൻ ആർക്കൊക്കെ കൊടുക്കുന്നില്ല. അപ്പം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം കൊടുക്കാൻ തുടങ്ങുക. അപ്പം തന്നെ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. എപ്പോഴും നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരു മുഷിപ്പ് തോന്നാതെ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ ഉള്ള ഒരു കാര്യം ഈ സർപ്രൈസ് കൊടുക്കലാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് മാർച്ച് 23 പ്രശാന്ത് ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ആ സർപ്രൈസ് കൊടുത്തല്ലോ. ആ വീഡിയോ ഇടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സർപ്രൈസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ വീഡിയോ കാണാം. കേക്ക് എന്തായാലും നമ്മൾ കൊണ്ടുപോവാം. ബാക്കി കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ആദ്യത്തെ പ്ലാനിങ് ഒക്കെ നടന്നത്. അതായത് അവർ ഫുഡെല്ലാം പാർത്ഥേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കും. പിന്നെ പായസം വേറൊരു ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവരും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചെന്നിട്ട് ഒരുമിച്ച് കയറി ചെന്ന് പ്രശാന്തേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ആ പ്ലാനിൽ ഞാൻ കുറച്ചൊന്ന് പാളിപ്പോയിട്ടോ. അതായത് നമ്മളിപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കേക്ക് ഉണ്ടാക്കുന്നതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാണ്ട് നാച്ചുറൽ കേക്കാണ് കേട്ടോ. സൂപ്പറാണ്, നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ചാനലിൽ തപ്പിയാൽ കിട്ടും. ഓക്കെ, ഇത് കാണുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് എന്താണ് എങ്ങനെയാണ് ഇതിപ്പോൾ ചെയ്യുക. കാരണം അന്നത്തെ ദിവസം നല്ല തിരക്കാണ്, ഒരു ഐഡിയ പ്ലാൻ ചെയ്യാൻ പോലുള്ളൊരു സമയമില്ല. അപ്പോൾ വീട്ടിൽ സൺഡേ ആണല്ലോ, വീട്ടിൽ ഏട്ടൻ്റെ ഫ്രണ്ട് വന്ന സമയത്ത് അവരുടെ വീട്ടിലേക്ക് വാങ്ങിയ ഒരു കവറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അടിച്ച് മാറ്റിയ കുറച്ച് ഫ്രൂട്ട്സാണ് ഇതൊക്കെ കേട്ടോ. അതും കൂടെ എങ്ങനെയൊക്കെ ആക്കിയെടുത്ത് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുകയാണ്. എനിക്ക് വീട്ടിൽ സദാ നേരവും ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കണം. അതിലിങ്ങനെ റേഡിയോ വെച്ചിട്ടാണ് നമ്മൾ പണിയെല്ലാം എടുക്കുക. നല്ല രസമല്ലേ? അതൊരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പണിയായിരിക്കും വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കി. അമ്മ കോഴിക്കോട് നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ സ്വന്തം വീടെന്ന് പറയുന്നത്, എല്ലാം സ്വന്തം വീട് തന്നെയാണ് കേട്ടോ. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീടെന്ന് പറയുന്നത് മൂടാടിയാണ്. അത് ഇവിടെ അടുത്ത് തന്നെയാണേ. അപ്പോൾ അവിടെ നമ്മൾ കേക്കെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം അമ്മേൻ്റെ അടുത്തേക്ക് പോവാണ്. ഉച്ചഭക്ഷണം അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ. എൻ്റെ കേക്കിൻ്റെ ബോർഡ് കണ്ടോ, എല്ലാം കൂടെ ഹരിതകർമ്മസേനേൻ്റെ ആൾക്കാർ മാലിന്യ കൂമ്പാരത്തിൽ വെച്ചതുപോലെയാക്കി കളഞ്ഞു കേട്ടോ. ഇതാണ് എൻ്റെ വീടേ, അമ്മേൻ്റെ വീട്, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ഞാൻ എന്തായാലും അവിടുന്ന് ഫുഡെല്ലാം ഉണ്ടാക്കി, കേക്കെല്ലാം ഉണ്ടാക്കി ഇവിടെ വന്ന് ഫുഡൊക്കെ അടിച്ച് ഇവിടെ നിന്ന് ഒരു കുളിച്ചു. കാരണം ഇവിടെ നിന്ന് കുളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത്രയും തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിലെ വെള്ളത്തിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ലാത്ത വെള്ളമാണ്. ചൂടുമില്ല തണുപ്പുമില്ല, കുളിച്ചാലൊരു എഫക്റ്റും ഇല്ല. അപ്പോൾ ഇവിടെ ആവുന്ന സമയത്ത് ശരിക്കും അടിപൊളിയാണ്. ഈ ഉണ്ണിക്കണ്ണനെ എനിക്ക് എൻ്റെ +2 ഫ്രണ്ട് ഷാമിലി തന്ന സമയത്ത് അന്ന് ഞാനത് കട്ടൗട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത്രയും വർഷമായിട്ട് അത് അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് എൻ്റെ വീട്ടിലെത്തി. എന്നിട്ട് കേക്കെല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് പോവുകയാണ്. പക്ഷേ അപ്പോഴേക്കും ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. കാരണം ഉച്ചയ്ക്ക് അവിടെ പ്രശാന്തേട്ടൻ്റെ വീട്ടിൽ ചെല്ലാൻ നമുക്ക് സാധിച്ചില്ല. അത് നമ്മൾ പറഞ്ഞ് പോകാൻ നേരം വിളിച്ച സമയത്ത് അവിടുന്ന് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് എല്ലാവരും വന്നു, ഫുഡ് കഴിച്ചു, അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷേ കേക്ക് മാത്രമേ എത്തിയില്ല. ഇനിയിപ്പോൾ എന്തായാലും കേക്കും കൊണ്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് അവരെ വിളിച്ചാൽ മതി, അവർ വീണ്ടും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങാണ്.
ഇതിപ്പം പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഏട്ടനും കണ്ണനും കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, ലൈറ്റൊക്കെ ഇങ്ങനെ ഓഫായി പോകുന്നുണ്ട്, വെളിച്ചം കുറഞ്ഞ് വരുന്നുണ്ട് നമ്മളെ വീഡിയോയിൽ. വെച്ചാൽ അവർ ജനൽ, വാതിൽ, ലൈറ്റ് ഇതെല്ലാം ക്ലോസ് ചെയ്ത് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഒരു മഴക്കോളും ഉണ്ട് കേട്ടോ പോകുന്ന സമയത്ത്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് പോയി. ഇത് പ്രശാന്ത് ഏട്ടൻ എന്ന് പറയുന്നത് അവർ ഇനി എന്തായാലും പ്രതീക്ഷിക്കൂല കേട്ടോ ഞാനൊരു കേക്കുമായിട്ട് ചെല്ലുന്ന. ചിലപ്പോൾ ഒരു ഉച്ച വരെയൊക്കെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. എൻ്റെ ഒരു സ്വഭാവം വെച്ച് അവർക്ക് എന്നെ അറിയാമല്ലോ. അങ്ങനെ നമ്മൾ കേക്കെല്ലാം എടുത്ത് പോകുന്ന സമയത്ത് ആ പാർത്ഥൻ എന്ന് പറഞ്ഞ പാർത്ഥസാരഥി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ് കേട്ടോ. അവരെ വിളിച്ച സമയത്ത് പറഞ്ഞു, ഓ കുഴപ്പമില്ല, നിങ്ങൾ അവിടെ എത്താനാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, പ്രശാന്ത് ഏട്ടൻ്റെ വീട്ടിലേക്ക് നമ്മളും വരാമെന്നൊക്കെ പറഞ്ഞേ. പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്താണ് ഇത് നല്ല വീഡിയോ ആയിരുന്നു കേട്ടോ, നല്ല പുഴേൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കിട്ടിയേനെ. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്തത്. കാരണം അപ്പം തന്നെ നമുക്ക് കോള് വന്ന് അവർ പറഞ്ഞ് പിറന്നാളുകാരൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ സർപ്രൈസിന് കൂട്ടുപിടിച്ചൊരു ഏട്ടനില്ലേ, ഇതാ അവരെ വീടാണിത്, പ്രശാന്ത് ഏട്ടൻ്റെ വീടല്ല. അവിടെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ കണ്ടപ്പോൾ എന്നെ മനസ്സിലായി, പക്ഷെ അവർക്ക് മനസ്സിലായില്ല കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഹോൺ അടിച്ച സമയത്ത് മൂപ്പരെ ഇറങ്ങി വന്നു. പിന്നെ നല്ല രസമാണ് കേട്ടോ ശരിക്കും. പക്ഷേ അവർ കിളി പോയതുപോലെ ആയിപ്പോയി, ചിരിക്കുന്നതുമില്ല, പ്രത്യേകിച്ചൊരു ഇതുമില്ല. അങ്ങനെ നമ്മൾ അടുത്തേക്ക് വന്ന സമയത്താണ് അവർക്ക് ആളാരാണെന്ന് കറക്റ്റ് മനസ്സിലായത് കേട്ടോ. കാരണം വണ്ടി ഒന്ന് വേറെ ആളുടെ വണ്ടി എടുത്തിട്ടായിരുന്നു പോയത്. നമ്മളെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവേ. അങ്ങനെ കണ്ട് അടിപൊളി. അങ്ങനെ വീട്ടിൽ പോയി. അവിടെ അവരെ വൈഫും മക്കളും ചേച്ചീൻ്റെ അമ്മയൊക്കെയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്യമത്തിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെന്താ അത്രയൊക്കെ തന്നെ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഈ പ്രശാന്ത് ഏട്ടൻ്റെ സ്വന്തം അവരെ വീട്ടിലേക്ക് പോകണമല്ലോ, അവിടെ അമ്മയുണ്ട്, അവരെയൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഈ പരിപാടിയിൽ എന്നെ കാണാത്തത് വേറെ ഒന്നുമല്ല കേട്ടോ, ഫോട്ടോഗ്രാഫർ ഞാനാണല്ലോ, അപ്പോൾ എന്നെ എങ്ങനെ കാണാനാ. സെൽഫി വീഡിയോ എടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. സെൽഫി എടുക്കുന്ന ആളെ തല മാത്രം ഭയങ്കര വലുതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഓൾറെഡി എൻ്റെ തല വലുതാണ്. അപ്പോൾ ഇനി സെൽഫി എടുക്കുന്ന സമയത്ത് ഞാൻ ഇത്രത്തോളം ഉണ്ടാവും, എൻ്റെ ഫേസ് മാത്രം ഇങ്ങനെ എടുത്തു പിടിച്ച് കാണിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഞാൻ വോയിസിലുണ്ടല്ലോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. പ്രശാന്ത് ഏട്ടൻ്റെ വീടാണിത്. ഇത് പകൽ വന്ന് നല്ലോണം വിശദമായിട്ട് വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നേ. പഴയ തറവാടാണ് കേട്ടോ അത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വീടാണ്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ സർപ്രൈസ്. ഇന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് മനസ്സിൽ എപ്പോഴും ഒരു ഓളം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും, ആ ഒരു സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.